ഹലോ, ഇന്ന് നമുക്ക് പാകിസ്ഥാനി സ്ലീവോട് കൂടിയിട്ടുള്ള ഷോർട്ട് കുർത്തി സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു നൈറ്റി ബിറ്റാണ്. ആദ്യം നീളത്തിലും പിന്നെ വീതിക്കും മടക്കി ഇതുപോലെ 4 ആക്കി മടക്കിയിട്ടിട്ടുണ്ട്. നമ്മുടെ ടോപ്പിൻ്റെ ലെങ്ത്തിനനുസരിച്ചിട്ടും അതുപോലെ തന്നെ സ്ലീവ് അനുസരിച്ചിട്ടുമാണ് തുണി എടുക്കേണ്ടത്. എക്സലുകാർക്ക് 2.25 2.5 ഒക്കെ എടുക്കേണ്ടതുണ്ട്. ഇതുപോലുള്ള സ്ലീവ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ മാക്സിമം ജോയിൻറ്റ് വരാതെ ശ്രദ്ധിക്കണം, എന്നാലാണ് ഈ സ്ലീവ് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ. ടോപ്പിൻ്റെ ലെങ്ത്ത് ഞാനിവിടെ 32 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. കൂടെ 1.5 ഇഞ്ച് സീം അലവൻസും, അതായത് ടോട്ടൽ 33.5 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് അവിടെ നിന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് മെഷർമെൻറ്റുകൾ നോക്കാം. ആദ്യം തന്നെ നമുക്ക് മേലെ നിന്ന് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കാം. ടോട്ടൽ ഷോൾഡർ വരുന്നത് 14 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ പകുതി 7 ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. അവിടെ നിന്നും താഴേക്ക് ആം ഹോൾ 7 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ചെസ്റ്റ് സൈസ് നോക്കാം. ചെസ്റ്റ് സൈസ് വന്നിട്ടുള്ളത് 42 ഇഞ്ചാണ്. നമ്മളിവിടെ തുണി 4 മടക്കായിട്ടാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ 42ൻ്റെ 4 ഭാഗം കാണണം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 10.5 ഇഞ്ചാണ്. അപ്പോൾ 10.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് 1 ഇഞ്ച് ലൂസ് കൊടുക്കുന്നുണ്ട്. ഇനി 1 ഇഞ്ച് വേണ്ട എന്നുണ്ടെങ്കിൽ 1/2 ഇഞ്ച് കൊടുത്താലും മതി. എന്നിട്ട് 1 ഇഞ്ച് എക്സ്ട്രാ നമ്മൾ സീം അലവൻസ് ആയിട്ട് കൊടുക്കണം. ഇനി നമുക്ക് ഷേപ്പ് ലെങ്ത്ത് കൊടുക്കാം. മേലെ നിന്ന് നമ്മുടെ ചെസ്റ്റിന് താഴെ ഷേപ്പ് വരുന്ന ഭാഗമുണ്ടല്ലോ, ആ ഭാഗത്തേക്കുള്ള ദൂരമാണ് നമ്മൾ എടുക്കുന്നത്. അത് 14 ഇഞ്ചാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. കൂടെ 1/2 ഇഞ്ച് സീം അലവൻസും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഭാഗത്തെ വണ്ണം നോക്കാം. നമ്മൾ ചെസ്റ്റ് സൈസ് കൊടുത്തിട്ടുള്ളത് 10.5 അതിൽ നിന്നും 1 ഇഞ്ച് മൈനസ് ചെയ്ത് 9.5 കൊടുക്കാം. എന്നിട്ട് 1 ഇഞ്ച് നമുക്ക് ലൂസ് കൊടുക്കാം. 1 ഇഞ്ച് സീം അലവൻസും കൊടുക്കാം. ഇനി മേലെ നിന്നും ഓപ്പൺ ലെങ്ത്ത് കൊടുത്തിട്ടുണ്ട് 20 ഇഞ്ച്. ഇനി നമുക്ക് ആ ഭാഗത്തെ വണ്ണം നോക്കാം. 44 ഇഞ്ചാണ് വരുന്നത്. അതിൻ്റെ 4 ഭാഗം എടുക്കുമ്പോൾ 11 ഇഞ്ച്. കൂടെ 1 ഇഞ്ച് ലൂസും 1 ഇഞ്ച് സീം അലവൻസും കൊടുക്കാം. ഇനി താഴ്ഭാഗത്ത് നമ്മൾ ഹിപ്പിൻ്റെ അവിടെ കൊടുത്ത അതേ മെഷർമെൻറ്റ് തന്നെയാണ് ഇവിടെ കൊടുക്കുന്നത്. 11 ഇഞ്ചും കൂടെ 1 ഇഞ്ച് ലൂസ് 1 ഇഞ്ച് സീം അലവൻസ്. ഇനി നമുക്ക് സൈഡിൽ മാർക്ക് ചെയ്ത പോയിൻറ്റുകളെല്ലാം ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. ഇനി ആം ഹോൾ കർവ് മാർക്ക് ചെയ്യണം. നമ്മൾ ആം ഹോൾ കൊടുത്തിട്ടുള്ളത് 7 ഇഞ്ചാണ്. അതിൻ്റെ പകുതി 3.5 നമുക്കൊരു മാർക്കിംഗ് കൊടുക്കാം. ഇനി ഇവിടെ നമുക്കൊരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഈ 3.5 നിന്ന് ഇതുപോലെ നമുക്ക് ചെസ്റ്റിലേക്ക് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇത് ബാക്ക് ആം ഹോളാണ്. ഇനി നമുക്ക് ഫ്രണ്ട് ആം ഹോൾ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതിൽ നിന്ന് 1/2 ഇഞ്ച് ഉള്ളിലേക്ക് ആക്കിയിട്ടാണ് ഫ്രണ്ട് ആം ഹോൾ മാർക്ക് ചെയ്യേണ്ടത്. നേരത്തെ നമ്മൾ 3.5 മാർക്ക് ചെയ്തില്ലേ, ഇനി അതിൻ്റെ പകുതിയിലൊരു മാർക്കിംഗ് കൊടുക്കുക, അതായത് 1.25 മാർക്കിംഗ് കൊടുക്കുക. അവിടെ നിന്നാണ് നമുക്ക് ഫ്രണ്ട് ആം ഹോൾ 1/2 ഇഞ്ച് കുഴിച്ച് മാർക്ക് ചെയ്തെടുക്കേണ്ടത്. ഇനി നെക്ക് നോക്കാം. നെക്കിൻ്റെ വൈഡ് നമ്മൾ 3 ഇഞ്ചും ഫ്രണ്ട് നെക്ക് ലെങ്ത്ത് 6 ഇഞ്ചും ബാക്ക് നെക്കിൻ്റെ ലെങ്ത്ത് 3 ഇഞ്ചും കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ നമുക്ക് സ്ക്വയർ മാർക്ക് ചെയ്ത് കൊടുക്കാം. സ്ക്വയർ നെക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒരു ബോക്സ് കൊടുത്തിട്ട് നമുക്ക് ആ ലൈനിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം. ഇനി ഒരു 1/2 ഇഞ്ച് ഇതുപോലെ ഷോൾഡർ സ്ലോപ്പ് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ മാർക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ആദ്യം തന്നെ നമ്മൾ ബാക്ക് ആം ഹോളാണ് കട്ട് ചെയ്യേണ്ടത്. എന്നിട്ട് ബാക്ക് പീസ് മാറ്റി വെച്ചിട്ട് വേണം ഫ്രണ്ട് ആം ഹോൾ കട്ട് ചെയ്തെടുക്കാൻ. ശേഷം നമുക്ക് ഹിപ്പിൻ്റെ ആ ഭാഗത്തും നമ്മൾ ഷേപ്പിൻ്റെ ആ ഭാഗത്തും 2 സൈഡും കൂടി, അതായത് ഫ്രണ്ടും ബാക്കും ഒരുമിച്ച് വെച്ച് പിടിച്ചിട്ട് ഇതുപോലെ ഓരോ കട്ടിട്ട് കൊടുക്കാം. നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് 2 ഭാഗം ഒരേ ലെവലിൽ കിട്ടാനായിട്ട് നമുക്കിത് വളരെയധികം യൂസ്ഫുള്ളായിരിക്കും. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ കൈയുടെ വണ്ണാണ് നമുക്ക് ആദ്യം എടുക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ ടേപ്പ് വെച്ചിട്ട് നമുക്ക് മെഷർ ചെയ്തെടുക്കാം. ഇവിടെ കിട്ടിയിരിക്കുന്നത് 10 ഇഞ്ചാണ്. അപ്പോൾ ഒരു സൈഡാണ് 10 ഇഞ്ച് വന്നിട്ടുള്ളത്. അപ്പോൾ 2 സൈഡും കൂട്ടിയിട്ട് 20 ഇഞ്ചാണ് നമുക്ക് ടോട്ടൽ വേണ്ടത്. അതുപോലെ തന്നെ ബാക്ക് പീസിൽ നിന്നാണ് നമ്മൾ കൈയുടെ വണ്ണം മെഷർ ചെയ്തെടുക്കേണ്ടത്. കാരണം ഫ്രണ്ട് പീസിൽ നമ്മൾ 1/2 ഇഞ്ച് കുഴിച്ച് കട്ട് ചെയ്തിട്ടുണ്ട്. കൂടാതെ 1 ഇഞ്ച് നമ്മളിവിടെ സീം അലവൻസ് കൊടുത്തിട്ടുണ്ട്. അത് കൂട്ടണ്ട, അത് കൂട്ടാതെയാണ് 10 ഇഞ്ച് വരുന്നത്. ഇനി ഇതുപോലുള്ള 2 പീസുകളാണ് നമുക്ക് ബാക്കി വന്നിട്ടുള്ളത്. ഇതിൽ നിന്ന് നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കണം.
ഇതിൻ്റെ വീതി വന്നിട്ട് ഒരു സൈഡിൽ 16 ഇഞ്ച് വരുന്നുണ്ട്. എന്നാൽ നമുക്ക് ഒരു സൈഡ് 10 ഇഞ്ചാണ് ആവശ്യമുള്ളൂ. അപ്പോൾ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് മാത്രം തുണി മടക്കിയിട്ടിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ 10 ഇഞ്ചിൽ ഇതുപോലെ രണ്ടാക്കി മടക്കിയിട്ട് കൊടുക്കാം. ബാക്കി വരുന്നത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഇനി ഈ ബാക്കി വന്ന പീസ് വെച്ചിട്ട് വേണം നമുക്ക് നെക്ക് ഫിനിഷ് ചെയ്തെടുക്കാൻ. ഞാനിവിടെ ഒരു സ്ലീവാണ് ആദ്യം കട്ട് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് ആ മെഷർമെൻറ്റ് വെച്ചിട്ടാണ് രണ്ടാമത്തെ സ്ലീവും കട്ട് ചെയ്യുന്നത്. അതല്ലെങ്കിൽ ഒരുമിച്ച് വെച്ച് നമുക്ക് കട്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ മേൽഭാഗത്താണ് മടക്ക് വശം വരുന്നത്. അവിടെയാണ് നമ്മൾ സ്ലീവിൻ്റെ ലെങ്ത്ത് കൊടുക്കേണ്ടത്. ടോട്ടൽ 23 ഇഞ്ച് ലെങ്ത്ത് എടുത്തിട്ടുണ്ട്. ഇതിൽ 1.5 ഇഞ്ച് സീം അലവൻസ് ആണ്. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ 21.5 ഇഞ്ച് സ്ലീവിന് ലെങ്ത്ത് കിട്ടും. ഇനി താഴെ ഓപ്പൺ ആയിട്ടുള്ള ഭാഗമുണ്ടല്ലോ, അവിടെ ഈ സൈഡിൽ നിന്ന് നമുക്കൊരു 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ശേഷം മേലെ കോർണറിൽ നിന്ന് ഈ 3ലേക്ക് നമുക്കൊരു ലൈൻ വരച്ചു കൊടുക്കാം. എന്നിട്ട് ആ ലൈനിൻ്റെ സെൻറ്റർ പോയിൻ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി സ്ലീവ് ഷേപ്പ് ചെയ്യാം. മേലെ നിന്ന് ഒരു 1/2 ഇഞ്ചിൽ നമുക്ക് ഈ പോയിൻ്റ് വരെ 1/2 ഇഞ്ചിൽ ഷേപ്പ് ചെയ്ത് കൊണ്ടുവരാം. അവിടെ നിന്ന് താഴേക്ക് 1/4 ഇഞ്ചിലും ഷേപ്പ് ചെയ്ത് കൊണ്ടുവരാം. ആം ഹോൾ കർവ് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ഷേപ്പ് ചെയ്തെടുക്കാം. ഇവിടെ നമുക്ക് 1.5 ഇഞ്ച് സീം അലവൻസ് കിട്ടും. ഇനി സ്ലീവിൻ്റെ താഴ്ഭാഗത്തെ ലൂസ് നോക്കാം. 9 ഇഞ്ച് കൊടുക്കുന്നുണ്ട്, ബാക്കി 1 ഇഞ്ച് സീം അലവൻസും. ഇപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു ലൈൻ വരച്ചു കൊടുക്കാം. ഇനി ഇത് കൂടാതെ ഇവിടെ സെൻറ്ററിലായിട്ടൊരു മാർക്കിംഗ് കൂടി വരുന്നുണ്ട്. ആദ്യം നമുക്കിവിടെ ഒരു ലൈൻ വരച്ചു കൊടുക്കാം. ഇവിടെ താഴ്ഭാഗത്ത് നമുക്കൊരു 2 ഇഞ്ചിലൊരു മാർക്കിംഗ് കൊടുക്കാം. അതുപോലെ തന്നെ ഈ ഭാഗത്ത് ഒരു 2 ഇഞ്ചിൽ മാർക്കിംഗ് കൊടുക്കാം. ശേഷം നമുക്ക് ഈ 2 പോയിന്റുകൾ തമ്മിൽ ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. ഇതാണ് നമ്മുടെ പാകിസ്ഥാനി സ്ലീവിൻ്റെ ഹൈലൈറ്റ്. ഇനി നമ്മുടെ കൈമുട്ടിൻ്റെ ആ ഭാഗത്തായിട്ട് 1 ഇഞ്ച് ഉള്ളിലേക്കാക്കി മാർക്ക് ചെയ്യണം. അവിടെ നമുക്കൊരു ഷേപ്പ് കിട്ടാനുണ്ട്. ഇത് നമ്മുടെ സ്റ്റിച്ചിങ് ലൈനാണ്. നമുക്ക് ഈ ലൈനിലൂടെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കാനുള്ളത്. ഇനി നമുക്ക് അവിടെ നിന്ന് 1 ഇഞ്ച് താഴേക്ക് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാം. ശേഷം നമുക്ക് ഈ സ്ലീവ് വെച്ചിട്ട് തന്നെ രണ്ടാമത്തെ സ്ലീവും കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് 2 സ്ലീവും ഒരുമിച്ച് വെച്ച് പിടിച്ചിട്ട് മേൽഭാഗത്ത് കോർണറിൽ നമുക്കിതുപോലെ ഒരു നോച്ചിട്ട് കൊടുക്കാം. സ്ലീവിൻ്റെ എൻഡിലായിട്ട് നമ്മൾ ലേസ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതുപോലുള്ള വീതി കുറഞ്ഞ ലേസ് വേണം എടുക്കാനായിട്ട്. ശേഷം നമുക്ക് താഴ്ഭാഗത്ത് 1 ഇഞ്ചിൽ ഇതുപോലെ ഒരു ലൈൻ വരച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ലേസ് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതുപോലെ മേൽഭാഗത്തേക്ക് തിരിച്ച് വെച്ച് വേണം ലേസ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. അതിനുശേഷം ആദ്യം 1/2 ഇഞ്ച് മടക്കുക, പിന്നീട് 1/2 ഇഞ്ചും കൂടി മടക്കിയിട്ട് ലേസിൻ്റെ മേൽഭാഗത്ത് വെച്ചിട്ട് ലേസിൻ്റെ അരികിലൂടെ നമുക്ക് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതുപോലെ മടക്കി വെച്ച് സ്റ്റിച്ച് ചെയ്യാം. ഇപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ലേസിനെ താഴേക്കാക്കി വെച്ച് കൊടുക്കാം. എന്നിട്ടൊരു ടോപ്പ് സ്റ്റിച്ചും കൊടുക്കാം. രണ്ട് സ്ലീവിലും ഇതുപോലെ നമുക്ക് ലേസ് അറ്റാച്ച് ചെയ്തെടുക്കാം. ഇനി നെക്ക് ഫിനിഷ് ചെയ്തെടുക്കാനായിട്ട് ഇതുപോലുള്ള 2 കട്ട് പീസുകൾ നമുക്ക് വേണം. ഫ്രണ്ട് നെക്കിന് വേണ്ടിയിട്ട് നമ്മൾ 9 ഇഞ്ച് നീളവും 12 ഇഞ്ച് വീതിയുമുള്ള ഒരു പീസാണ് എടുത്തിട്ടുള്ളത്. ശേഷം നമുക്ക് ഇതുപോലെ 2 ആക്കി മടക്കിയിട്ടിട്ട് നമ്മൾ നെക്കിൻ്റെ വീതിയും നീളവും നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ 12 ഇഞ്ച് വീതിയും 5.5 ഇഞ്ച് നീളവുമുള്ളൊരു പീസാണ് ബാക്ക് നെക്കിന് വേണ്ടി നമ്മൾ എടുത്തിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ മാർക്ക് ചെയ്ത പോയിന്റിലൂടെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നെക്ക് ഫിനിഷ് ചെയ്തെടുക്കാം. ഫ്രണ്ട് പീസ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ സെൻറ്ററിൽ നമുക്കിതുപോലെ ഒരു താഴേക്ക് ഒരു ലൈൻ വരച്ചു കൊടുക്കാം. എന്നിട്ട് 2 സൈഡിലേക്ക് നമ്മൾ 3 ഇഞ്ച് വീതം എടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ലൈനിൽ, ആ 3 ഇഞ്ചിൻ്റെ ലൈനിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ച പീസിനെ നമുക്ക് വെച്ച് കൊടുക്കാം. നല്ല ഭാഗവും ചേർത്ത് വേണം ഇതുപോലെ വെച്ച് കൊടുക്കാൻ. എന്നിട്ട് ചുറ്റിലും നമുക്ക് പിൻകുത്തി കൊടുക്കാം. ശേഷം നെക്കിന് ചുറ്റിലും 1/4 ഇഞ്ചിൽ നമുക്ക് ഇതുപോലെ ഒരു ലൈൻ വരച്ചു കൊടുക്കാം.
ഫുള്ളായിട്ട് വരച്ചിട്ട് ആ ലൈനിലൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതേ നെക്കിന് ചുറ്റിലും സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഉള്ളിലൊരു 1/4 ഇഞ്ച് വെച്ചിട്ട് ബാക്കി ക്ലോത്തിനെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഇനി ഈ 2 കോർണറിലും നമ്മൾ സ്റ്റിച്ചിൽ കൊള്ളാതെ ചെരിച്ച് നമുക്ക് കട്ടിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ തയ്യൽ തുമ്പിനെ ഉള്ളിലേക്ക് ആക്കി വെച്ച് കൊടുക്കാം. അതിനുശേഷം മെയിൻ പീസിനോട് ചേർത്ത് വെച്ചിട്ട് മെയിൻ പീസിൽ നമുക്കൊരു നെക്കിന് ചുറ്റിലും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വെച്ച പീസിനെ നമുക്ക് ഉള്ളിലേക്ക് മടക്കി വെച്ച് കൊടുക്കാം. ഇപ്പോൾ നല്ല ഫിനിഷായിട്ട് തന്നെ നമ്മൾ നെക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഉൾഭാഗം ഇതുപോലെയാണ് ഉണ്ടാവുക. ഇനി നമുക്ക് ഈ പീസിനെ നമുക്ക് 2 മടക്കി വെച്ച് കൊടുത്തിട്ട് അരികിലൂടെ നെക്കിന് ചുറ്റിലും സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതേ നെക്കിന് ചുറ്റിലും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ബാക്ക് പീസിൽ നെക്കിൻ്റെ പീസ് വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് ഉള്ളിലേക്ക് തിരിച്ചിട്ട് കൊടുക്കുക. അതിനുശേഷം ഫിനിഷിങ്ങിന് വേണ്ടിയിട്ടുള്ള സ്റ്റിച്ചിങ് നമുക്ക് ലാസ്റ്റ് കൊടുക്കുക. അതായത് ഷോൾഡർ അറ്റാച്ച് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ബാക്ക് നെക്ക് ഫിനിഷ് ചെയ്തെടുക്കുകയുള്ളൂ. ഇനി ഷോൾഡർ അറ്റാച്ച് ചെയ്യാനായിട്ട് ബാക്ക് പീസിൻ്റെ നല്ല ഭാഗത്തേക്ക് ഫ്രണ്ട് പീസിൻ്റെ നല്ല ഭാഗം ഇതുപോലെ ചേർത്ത് വെച്ച് കൊടുക്കാം. ബാക്ക് പീസിൽ നെക്കിന് വെച്ച പീസ് ഉണ്ടല്ലോ, അത് ഇതുപോലെ ഓപ്പൺ ചെയ്തെടുക്കാം. എന്നിട്ട് ഫ്രണ്ടിലേക്ക് കൊണ്ടുവരാം. നമ്മൾ ഫ്രണ്ട് പീസിനെ പൊതിഞ്ഞെടുക്കുക. കണ്ടില്ലേ, ഇതുപോലെ പൊതിഞ്ഞെടുക്കുക. എന്നിട്ട് നമുക്കൊരു പിൻ കുത്തി കൊടുക്കുക. അതിന് ശേഷം നമുക്ക് 1/2 ഇഞ്ചിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. 2 സ്റ്റിച്ച് വീതം കൊടുക്കാം. ഇതുപോലെ തന്നെ മറ്റേ സൈഡിലും ബാക്ക് പീസിൻ്റെ നെക്കിന് വെച്ച പീസ് ഉണ്ടല്ലോ, അത് ഇതുപോലെ നമുക്ക് ഓപ്പൺ ആക്കിയെടുക്കാം. ഓപ്പൺ ആക്കി വെച്ചിട്ട് അതിനെ നമുക്ക് ഫ്രണ്ടിലേക്ക് കൊണ്ടുവരാം. ഇതുപോലെ പൊതിഞ്ഞെടുക്കാം. എന്നിട്ട് പിൻ കുത്തി കൊടുക്കാം. അതിനുശേഷം 1/2 ഇഞ്ചിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. 2 സ്റ്റിച്ച് വീതം കൊടുക്കാം. ഇപ്പോൾ ഇത് 2 ഷോൾഡർ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഉള്ളിലേക്ക് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് വേണം നമുക്ക് ബാക്ക് നെക്കിൽ വെച്ച പീസ് ഉണ്ടല്ലോ, അതിനെ 2 മടക്കി വെച്ചിട്ട് അരികിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. നെക്കിന് ചുറ്റിലും സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്തെടുക്കാം. ബോഡി പാർട്ടിൻ്റെ നല്ല ഭാഗത്തേക്ക് സ്ലീവിൻ്റെ നല്ല ഭാഗം ചേർത്ത് വെച്ച് കൊടുക്കാം. നമ്മൾ ഷോൾഡർ അറ്റാച്ച് ചെയ്തില്ലേ, ആ ഭാഗത്തേക്ക് നമ്മൾ സ്ലീവിൻ്റെ സെൻറ്റർ നോക്കിയിട്ട് കറക്റ്റായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മൾ സെൻറ്ററിൽ നിന്നാണ് സ്റ്റിച്ചിങ് ആരംഭിക്കേണ്ടത്. അവിടെ നിന്നും ഒരു സൈഡിലേക്ക് ആദ്യം സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരാം. അതിനുശേഷം വീണ്ടും സെൻറ്ററിൽ വന്നിട്ട് വേണം അടുത്ത സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാൻ. ആദ്യത്തെ സ്റ്റിച്ചാണ് നമ്മൾ ഇതുപോലെ ചെയ്യേണ്ടത്. രണ്ടാമത്തെ സ്റ്റിച്ച് നമുക്ക് ഒരു സൈഡിൽ നിന്ന് തുടങ്ങിയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് മറ്റേ സൈഡ് വരെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ 2 സ്ലീവും അറ്റാച്ച് ചെയ്തെടുക്കാം. 2 സ്റ്റിച്ച് വീതം കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഷോൾഡർ അറ്റാച്ച് ചെയ്തെടുത്തു. അതിനുശേഷം സ്ലീവ് അറ്റാച്ച് ചെയ്തു. ഇനി നമുക്ക് സൈഡാണ് ജോയിൻ ചെയ്തെടുക്കേണ്ടത്. അത് നമുക്ക് സ്ലീവിൻ്റെ എൻഡിൽ നിന്നാണ് തുടങ്ങേണ്ടത്. ചെസ്റ്റ്, വേസ്റ്റ്, ഹിപ്പ് ആ ഭാഗം വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ട് കെട്ടിട്ട് കൊണ്ട് വേണം നിർത്താനായിട്ട്. അതുപോലെ തന്നെ മറ്റേ സൈഡും സ്ലീവിൻ്റെ അവിടുന്ന് തുടങ്ങി ഹിപ്പിൻ്റെ ആ ഭാഗം വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ട് കെട്ടിട്ട് കൊണ്ട് നിർത്താം. ഇനി സ്ലിറ്റാണ് സ്റ്റിച്ച് ചെയ്തെടുക്കാനുള്ളത്. നമ്മൾ 1 ഇഞ്ചാണ് സ്ലിറ്റിന് വേണ്ടി വിട്ടിട്ടുള്ളത്. അപ്പോൾ ആ 1 ഇഞ്ച് ഇതുപോലെ 1/2 ഇഞ്ച് ആയിട്ട് മടക്കി വയ്ക്കാം. അതിനുശേഷം താഴ്ഭാഗത്ത് നിന്നാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങേണ്ടത്. 2 സൈഡും ഇതുപോലെ 1/2 ഇഞ്ച് മടക്കി നമുക്ക് പിൻകുത്തി വെച്ച് കൊടുക്കാം. എന്നിട്ട് താഴേന്ന് ഈ അരികിലൂടെ വേണം സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരാൻ. താഴേന്ന് തുടങ്ങി മേലെ ഹിപ്പിൻ്റെ ആ ഭാഗത്ത് അവിടെ നമ്മളൊരു 1/2 ഇഞ്ച് കൂടുതൽ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഹിപ്പിൻ്റെ അവിടെ നിന്ന് മേലേക്ക് ഒരു 1/2 ഇഞ്ച് കൂടുതൽ സ്റ്റിച്ച് ചെയ്യുക. അവിടെ നിന്ന് വേണം എന്നിട്ട് ഓപ്പോസിറ്റ് സൈഡിലേക്ക് കടക്കാം. എന്നിട്ട് നമുക്ക് മറ്റേ സൈഡ് താഴ്ഭാഗം വരെ ഫിനിഷ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ ഒരു സൈഡ് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി സ്ലിറ്റിൻ്റെ മറ്റേ സൈഡും കൂടി നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുണ്ട്. അതിൻ്റെ അരികിലൂടെ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. കണ്ടില്ലേ, ഈ അരികിലൂടെയാണ് നമ്മൾ രണ്ടാമത്തായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. ഇവിടെ നിന്ന് തുടങ്ങിയിട്ട് മറ്റേ സൈഡ് വരെ താഴ്ഭാഗം വരെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ടോപ്പിൻ്റെ ഏറ്റവും താഴ്ഭാഗത്താണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. ആദ്യം 1/2 ഇഞ്ച് മടക്കുക, പിന്നീട് 1/2 ഇഞ്ചും കൂടി മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം.
അതുപോലെ തന്നെ ഫ്രണ്ടും ബാക്കും സ്റ്റിച്ച് ചെയ്യാം. നെക്കിലും ഞാനിവിടെ ലേസ് വെച്ചിട്ട് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പാകിസ്ഥാനി സ്ലീവോട് കൂടിയിട്ടുള്ള ഷോർട്ട് കുർത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.